Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. Firstly, I would like to remind you all to live a life cautious of Allah subhanahu wa ta'ala. ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. Now, we are living in a world filled with different religions, different beliefs and different ideologies. So in a time like that, it is important for us to stick to the true religion, and that is Islam. പല പല മതങ്ങളും പല പല വിശ്വാസങ്ങളും പല പല ചിന്തകളും നിറഞ്ഞ ഒരു ലോകത്താണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ലോകത്ത് ശരിയായ മതത്തിൽ ഉറച്ചു നിൽക്കണം, അതാണ് ഇസ്ലാം. Islam teaches us to worship only one God, and He is the one worthy of all forms of worship. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുവാനാണ്, അവനാണ് എല്ലാ ആരാധനക്കും അർഹനായവൻ. Well, a concept that is the complete opposite of Islam is atheism. ഇസ്ലാമിൻ്റെ നേരെ വിപരീതമായ ഒരു ചിന്തയാണ് നിരീശ്വരവാദം. Atheists say that there is no God, there is no ilah, and the world came as it was already there. നിരീശ്വരവാദികൾ പറയുന്ന അതെന്നാൽ ഈ ഭൂമിക്ക് ഒരു സൃഷ്ടാവില്ല, ഒരു ദൈവമില്ല, ഒരു ഇലാഹില്ല, ഈ ഭൂമി ആദ്യമേ ഉള്ളതാണ് എന്നാണ് അവരുടെ വാദം. Well, what is the reason that people turn towards atheism? എന്താണ് കാരണം ആളുകൾ നിരീശ്വരവാദത്തേക്ക് തിരിയാനുള്ള കാരണം എന്താണ്? Well, one of the main reasons is because they see all the bad, all the fitna in this world. So they will ask, if there is a God, if there is an ilah, why will he let there be this much fitna, this much bad in this world? ഒരു പ്രധാനപ്പെട്ട കാരണം എന്നത് അവർ ഈ ഭൂമിയിലെ സകല കുഴപ്പങ്ങളും സകല ഫിത്നകളും കാണും. അവർ ചോദിക്കും, ഒരു ദൈവമുണ്ടെങ്കിൽ, ഒരു ഇലാഹുണ്ടെങ്കിൽ അവനെങ്ങനെ ഇത്ര തിന്മകൾ, ഇത്ര കുഴപ്പങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാൻ അവൻ സമ്മതിക്കും? Well, the answer to that, my brothers and sisters, is that this world is only a test. അതിൻ്റെ ഉത്തരം എന്നത് ഈ ഭൂമി, ഈ ലോകം എന്നത് വെറും ഒരു പരീക്ഷണമാണ്. It is only temporary, വെറും താൽക്കാലികമാണ്. If we pass this test, we get the ultimate reward, that is Jannah. And if we fail this test, we get the ultimate punishment, and that is Jahannam. നമ്മൾ ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചാൽ നമുക്ക് അത്യന്തികമായ പ്രതിഫലം ലഭിക്കും, അതാണ് സ്വർഗം. ഈ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അത്യന്തികമായ ശിക്ഷ ലഭിക്കും, അതാണ് നരകം. Well, what do the people come with proof? എന്താണ് അവരുടെ തെളിവായിട്ട് അവർ കൊണ്ടുവരുന്നത്? Most of the people turn to science. ഭൂരിഭാഗവും ശാസ്ത്രത്തിലേക്കാണ് മടങ്ങുക. Well, Islam is often put against science, but Islam proves science in many ways. ഇസ്ലാം പലപ്പോഴും ശാസ്ത്രത്തിനെതിരെയാണ് ചിത്രീകരിക്കാറുള്ളത്, പക്ഷെങ്കിൽ ഇസ്ലാം ശാസ്ത്രത്തെ കൂടുതൽ സത്യപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. As we all know about the popular theory of the Big Bang. ബിഗ് ബാങ്ങിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? രണ്ട് ആറ്റമുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളോടാണ് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അവർ പറയുന്നു. Well, it is true because it is in the Quran in Surah Al-Anbiya 30th verse. സത്യമാണ്, അത് ഖുർആനിൽ സൂറത്തുൽ അംബിയായിലെ 30ാമത്തെ വചനത്തിലില്ല. അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർദ കാനതാ റത്ഖാ ഫഫതഖനാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ. അവലം യറല്ലദീന കഫറു, ഓ those who disbelieved, have they not considered? അവശേഷിച്ചവർ അവർ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ, അവർ കണ്ടില്ലേ? അന്നസ്സമാവാതി വൽ അർദ, that the heavens and the earth, ആകാശങ്ങളും ഭൂമിയും, കാനതാ റത്ഖാ, they were one, ഒന്നായിരുന്നു. ഫഫതഖനാഹുമാ, then we separated it, പിന്നീട് നാം അത് രണ്ടിനും വേർതിരിച്ചു. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ, then I created from water every living thing. പിന്നീട് വെള്ളത്തിനുകൊണ്ട് ഭൂമിയിലെ എല്ലാ ജീവികജാലങ്ങളെയും ഞാൻ സൃഷ്ടിച്ചു. അഫലാ യുഅ്മിനൂൻ, and have they still not believed? എന്നിട്ടും അവർ വിശ്വസിച്ചില്ലേ? How clearly has Allah subhanahu wa ta'ala put us the proof right in front of our eyes. നമ്മുടെ കൺമുമ്പിൽ എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തെളിവ് കൊണ്ടുവന്നത്. Then how can we still say that there is no ilah, there is no God, and the world came as it was already there?
പിന്നീട് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഒരു ദൈവമില്ല എന്നും ഒരു ഇലാഹില്ല എന്നും നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? Well, even recent incidents prove that Islam is true. അടുത്ത് നടന്ന സംഭവങ്ങളിൽ പോലും ഇസ്ലാമാണ് ശരി എന്ന് ബോധ്യപ്പെടുത്തുന്ന എത്ര സംഭവങ്ങളുണ്ട്. We all know about the incident of the Titan. നമുക്കെല്ലാവർക്കും ടൈറ്റൻ്റെ വാർത്ത നമുക്കെല്ലാവർക്കും അറിയാം. It was a submarine that went deep into the ocean just to see the Titanic right in front of their eyes. ഒരു മുങ്ങിക്കപ്പലായിരുന്നു കടലിൻ്റെ ആഴങ്ങളിലേക്ക് ടൈറ്റാനിക് എന്ന കപ്പൽ കണ്ടുകൊണ്ട് കാണാൻ വേണ്ടി. Well, they went deeper and deeper into the ocean as it got darker and darker and eventually it got pitch black. അവർ കടലിൻ്റെ ആഴങ്ങളിലേക്ക് അവർ പോയി. ഇരുടായി മൂടി. പിന്നീട് അവസാനം ഒന്നും കാണുവാനില്ല. Well, 1400 years before we had the technology to go that deep into the ocean, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല സൂറത്തുൽ നൂറിലെ 40-ാമത്തെ വചനത്തിൽ യദഹു ലം യഖദ യറാഹ, he couldn't see his own hand, അവൻക്ക് അവൻ്റെ കൈ പോലും കാണുകയില്ല. How is it there in the Quran? അതെങ്ങനെയാണ് ഖുർആനിലുള്ളത്? Because the Quran is the kalam of Allah subhanahu wa ta'ala. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അവൻ്റെ സംസാരമാണ്. Then how can we still say that there is no God, there is no ilah? എന്നിട്ടും നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഒരു ദൈവമില്ല എന്നും ഒരു ഇലാഹില്ല എന്നും? So Allah subhanahu wa ta'ala, let us all live as good Muslims. അള്ളാഹു നമ്മളെല്ലാവരും നല്ല മുസ്ലിമുകളായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.